ഇനി പത്തനംതിട്ടയിലേക്കാണ്. ഒരു പാലം എന്ന കോന്നി ചിറ്റൂർക്കടവുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 7 വർഷങ്ങൾക്ക് മുമ്പ് 3 തൂണിട്ടതിനപ്പുറം പാലത്തിന്റെ ഒരു പണിയും ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. കരാറുകാരന് പണം നൽകാതെ വന്നതോടെയാണ് പാലത്തിന്റെ പണി പാതി വഴിയിൽ മുടങ്ങിയത്. യാത്രാക്ലേശം പരിഹരിക്കാൻ പാലം പണി ഉടൻ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചിറ്റൂർക്കടവ് പാലത്തിന് വേണ്ടി ഇങ്ങനെ തൂണുകൾ ഉയർന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ പാലം പണി എങ്ങും എത്തിയിട്ടില്ല. ചിറ്റൂർ മുക്കിനെയും അട്ടച്ചാക്കലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോന്നി ചിറ്റൂർക്കടവ് പാലത്തിന് ശിലാസ്ഥാപനം നടത്തുന്നത് 2016-ൽ റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2.50 കോടി രൂപ ചെലവിൽ നിർമ്മിതി കേന്ദ്രത്തിന്റെ ചുമതലയിലാണ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നദിയുടെ ഇരുകരകളിലുമായി പാലം നിർമ്മിക്കുന്നതിനുള്ള 3 തൂണുകളിൽ മാത്രമായി പാലം ഒതുങ്ങി. പൊതുമരാമത്ത് പാലം വിഭാഗത്തിന് നിർമ്മാണം കൈമാറാതെ നിർമ്മിതി കേന്ദ്രത്തിന് കരാർ നൽകിയത് മൂലം പണം ലഭിക്കാതെ വന്നതാണ് നിർമ്മാണം നിലയ്ക്കുന്നതിന് കാരണമായത്. കരാറുകാരന് പണം ലഭിക്കാതെ വന്നതോടെ കോടതി വ്യവഹാരത്തിലേക്ക് എത്തി നിർമ്മാണം പൂർണ്ണമായും നിലച്ചു. പിന്നീട് MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചെങ്കിലും നിലവിലെ തൂണുകൾ സുരക്ഷിതമല്ലെന്ന് വിദഗ്ധ പഠനം നടത്തിയ തിരുവനന്തപുരം സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം കണ്ടെത്തിയതും തിരിച്ചടിയായി. നേരത്തെ ഇരുകരകളെയും ബന്ധിപ്പിക്കാൻ കടത്തുവള്ളമുണ്ടായിരുന്നു. പാലത്തിന്റെ തൂണുകൾ വന്നതോടെ അതും നിർത്തി. നിരവധി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു പാലമാണ് ഈ ചിറ്റൂർക്കടവ് പാലം. MLA ഈ ഫ്ലക്സ് കൊണ്ടുള്ള മാമ്പാങ്കം നടത്തി ഇത് കരാർ അടിസ്ഥാനത്തിൽ ഇത് കൊടുത്തിട്ട് 49% അധിക തുക കരാറുകാരൻ ചോദിച്ചതിൻ്റെ പേരിൽ ഇട്ടിട്ട് പോയതായിട്ടാണ് ഇപ്പോഴത്തെ അറിവ്. പാലം യാഥാർത്ഥ്യമായാൽ കോന്നിയുടെ കിഴക്കൻ മേഖലയിൽ മലയാലപ്പുഴ, തണ്ണിത്തോട്, കോന്നി മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം സുഗമമാകും. നേരത്തെ ഈ കടത്തിൽ നമുക്ക് കടത്തുവള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴത് നിർത്തലാക്കിയിരിക്കണം. ഈ തൂണുമൊക്കെ പണിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് വള്ളത്തിൻ്റെ ഉപയോഗം നടക്കാത്തത് കാരണം അവർ വള്ളം നിർത്തി. എത്രയും പെട്ടെന്ന് പാലത്തിന്റെ പണി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലത്തിനായി പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും തുക വകയിരുത്തിയതായും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കുമെന്നുമാണ് ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം. ഈ പാലം പണി ഇങ്ങനെ മുടങ്ങിക്കിടക്കുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് ഒരു നാടിന്റെ വികസന കുതിപ്പാണ്, ഒപ്പം ഒരു ജനതയുടെ സ്വപ്നങ്ങളും. എത്രയും പെട്ടെന്ന് ഈ പാലം പണിത് ഇതിലൂടെ വണ്ടികൾ കടത്തിവിടാനുള്ള സംവിധാനം ബന്ധപ്പെട്ട അധികാരികൾ ഒരുക്കണം. AV ജയശങ്കർ, 24, പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. പാലം വരുമെന്ന് കരുതി കടത്ത് നിർത്തി. ഇപ്പോൾ കടത്തുമില്ല, പാലവുമില്ല, നാട്ടുകാർക്കിടയിലുമായി. ഏതായാലും അവരുടെ ആവശ്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവട്ടെ. ആ പാലം പണി പൂർത്തിയാക്കാനുള്ള ഇടപെടലുകൾ സജീവമാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.